എന്റെ മാത്രം രാജു, എനിക്ക് മാത്രം സ്വന്തമായ എന്റെ രാജു. എന്റെ ഭാഗ്യം, എന്റെ ഋതു. ദൈവം എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് എനിക്ക് തന്ന ഗിഫ്റ്റ്. ദൈവം ചന്ദ്രകലയില് എനിക്ക് കാണിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ടവൾ. എന്റെ സീമന്ത സിന്ദൂരം രാജുവിന്റെ നെറ്റിയില് ഇരിക്കട്ടെ. ആ, രാത്രിയില് ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേ? സിന്ദൂരമെങ്കിൽ സിന്ദൂരം. അമ്മ കാത്തിരിക്കുക, ഞാൻ പൊയ്ക്കോട്ടെ. ഋതു, ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചതാണോ? അല്ല. I love you, Ritika. You are my everything. ഇത് കടന്നുപോയ കാലത്തിന്റെ സങ്കടപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ ചില ഓർമ്മകളാ. മറഞ്ഞു നിന്ന് മകളുടെ വളർച്ച കണ്ട നിർഭാഗ്യവതിയായ ഒരു അമ്മയുടെ ഓർമ്മകള്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് മോളുടെ കുട്ടിക്കാലത്തുള്ള കുഞ്ഞുടുപ്പുകളാ. അമ്മ ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണോ? ഞാൻ എന്റെ മോളോടൊപ്പം ജീവിച്ചത് ഇതൊക്കെ കൊണ്ടാ. മോൾ അമ്മയെ കണ്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ എന്നും എന്റെ മോളോടൊപ്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ മോളുടെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളായിരുന്നു. അപ്പോ അമ്മ ഈ സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മോളുടെ ആ പ്രായത്തിലൊന്നും പ്രതാപേട്ട എന്നോട് പിണങ്ങിയിട്ടില്ല. മോള് അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന കാര്യം പറയാളിയാ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവേ. പറയാളിയാ, സത്യം പറയുന്നതിന് ഞാനെന്തിനാ അളിയന്റെ മുമ്പ് പഠിക്കണം? ആ, എങ്കിൽ പറയ്. ഞാൻ അളിയന്റെയും ഋതുമോളുടെയും ശത്രുവായ അംബികയുടെ PA ആണെന്നുള്ള കാര്യം അളിയൻ അറിയാലോ. എനിക്കറിയാം. ഞാനാണല്ലോ
മുൻകൈ എടുത്ത് അളിയന് ജോലി വാങ്ങിച്ചു തന്ന. ആ ജോലി വാങ്ങിച്ചെന്ന അളിയൻ തന്നെയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് അളിയനിട്ടൊരു വേല വെക്കേണ്ടി വന്നു. വേലയോ? അളിയ ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് എന്നല്ലേ ആപ്തവാക്യം? ആ ആപ്തവാക്യം അങ്ങനെയൊന്നും അല്ല. ആ എന്നാ ഞാൻ അതിന്റെ ആപ്തവാക്യമാക്കി മാറ്റി. ഉഫ്, കാര്യം തുറന്നു പറയാളിയ. എന്തിനാ ഈ രാത്രിയിൽ എന്നെ ഫോളോ ചെയ്തേ? അത് എന്റെ ബോസ് ശ്രീമതി അംബിക വർമ്മ പറഞ്ഞിട്ട്. അളിയ ഒരു CID പോലെ നിങ്ങളെ പിന്നാലെ വന്ന് നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പത്മാവതി മാഡത്തിന്റെ വീട്ടില് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തെളിവ് സഹിതം ഹാജരാക്കാൻ എനിക്കുള്ള ഓർഡർ. എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ. കൃത്യനിർവഹണത്തില് ഞാൻ ഒരു കറപ്ഷനും കാണിക്കില്ല. അളിയൻ ഇവിടെ ഉണ്ടോ എന്ന് തെളിയിക്കാനാ ഈ വീഡിയോ. ഈ വീഡിയോ ഞാൻ അംബിക വർമ്മയെ കാണിക്കും. അളിയ ഈ വീഡിയോ അവരെ കാണിക്കരുത് അളിയ. എന്ന് വെച്ചാ കൃത്യനിർവഹണത്തിനിടയ്ക്ക് ഞാൻ അഴിമതി കാണിക്കണമെന്ന്? ഞാനൊരു ചതിയനും വഞ്ചകനും ആദർശാധീരനല്ലാത്ത അലവലാതയെ മറണമെന്നാണോ? അതില് ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല നല്ലത്. ശ്ശേ, എന്റെ പൊന്നളിയ, ഈ വീഡിയോ അളിയൻ അവരെ കാണിക്കരുത്. അത് വർമ്മ സാറിനെ കാണിക്കും. പിന്നെ വർമ്മ സാർ എന്നോടും ഋതികയോടും പിണങ്ങും. എനിക്ക് ശമ്പളം തരുന്നതേ ഒരു പിശാചാണെങ്കിലും അംബിക വർമ്മയാണല്ലിയ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അംബിക ദീക്ഷയെ കാണിക്കും. ഐ എം സോറി അളിയ.